രാജാവിൻ പാർ കാക്ക എവിടെ പോന്നെ? എനിക്ക് ഓഫീസിൽ നേരത്തെ പോണം. ഇത്ര രാവിലെ പോന്നാ? കഴിച്ചിട്ട് പോയാ മതി, ഞാൻ ആ ഫുഡൊക്കെ ആക്കി. വേണ്ട, കഴിക്കാൻ വേണ്ട. എനിക്ക് ഓഫീസിൽ നിന്ന് കോള് വന്ന്. ഞാൻ പോയിട്ട് എന്നെ അവിടെ കാത്തിരിക്കുന്നു. അല്ല, ഇപ്പൊ തരാം, ഞാൻ ഇപ്പൊ തരാം. എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അയ്യേ, ഓഫീസിൽ മീറ്റിംഗിന് ഈ ഡ്രസ് ഇട്ടോണ്ടാ പോന്നെ? അയ്യേ, എന്തൊരു ഷർട്ട് ഇത്? എന്താ ഷർട്ടിന് എന്താ കുഴപ്പം? അത് കാക്കായി കൊള്ളത്തില്ല, ഞാൻ ഷർട്ട് എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, ഇത് മതി, ഈ ഷർട്ട് മതി. എനിക്ക് കഴിക്കാതെ പോകാൻ ഞാൻ സമ്മതിക്കാം. ഷർട്ട് ഇട്ടോണ്ട് പോയാ മതി, ഞാൻ എടുത്ത് തരുന്ന ഷർട്ട് ഇട്ടോണ്ട് പോയാ മതി. നിക്ക്, ഈ ഷർട്ട് കാക്കായ്ക്ക് നല്ല മാച്ച് ആവും. ഇട്ടു നോക്കേ, ഞാൻ ഇട്ട് തരണോ? ഇതാ, ഈ ഷർട്ട് ഞാൻ ഇടത്തേ ഇല്ല. മാറ്റി. ഇതാ, ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഇവിടെ നിന്ന് പോവണ്ടേ. എങ്കിൽ മാറ്റിയിട്ട് വാ, ഞാൻ നോക്കട്ടെ. എനിക്ക് ഇനി തിരിഞ്ഞില്ലേ, ഞാൻ മാറട്ടെ, എനിക്ക് പോവാൻ സമയമായി. ഞാൻ കണ്ണടച്ചിരിക്കും. ഹായ്, എന്ത് സൂപ്പറായി. ഇത് മതി, ഇങ്ങനെ നടക്കുന്നേ നല്ലത്, മറ്റേത് കൊള്ളത്തില്ല. ഞാൻ കാത്തിരിക്കും. ഇതെന്താ നേരത്തെ വന്നാ? നേരത്തെ ഇറങ്ങിയടേ. രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു പോലും ഇല്ല പോന്നത്. എന്തു പറ്റി, രാവിലെ നേരത്തെ പോയാ? അത് എനിക്ക് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതാ ഞാൻ നേരത്തെ പോയത്. ഞാൻ വണ്ടിയുടെ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലേ? സാധാരണ വണ്ടി കൊണ്ടുവയ്ക്കുമ്പോ ഞാൻ ഇക്ക വരുന്നേ അറിയുന്നതാ. ഞാൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാന് അങ്ങ് താഴെ വെച്ച് വണ്ടി. ഫുഡൊക്കെ കഴിച്ചു വെച്ചേക്ക്? ഫുഡ് കഴിച്ച്. ഫുഡ് കൊള്ളായിരുന്നു. കൊച്ചു വേവിക്കുന്നൊക്കെ കൊള്ളാം. പിന്നെന്തോ ഒരു അത് കുഴപ്പമില്ല. നീ ഫുഡ് കഴിച്ചാ? എനിക്ക് തന്ന്. അവള് എങ്ങനെ ഉണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന? കൊഴപ്പൊന്നുമില്ല, എന്റെ കാര്യമൊക്കെ നോക്കുന്നത്. ഈ ഷർട്ടേ ഒക്കെ ഇടാതെ വെച്ചിരുന്നില്ലേ കൊറേ നാളല്ലേ? ഇക്കയ്ക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഇടാതെ വെച്ചിരുന്നില്ലേ, പിന്നെ എന്ത് പറ്റി ഇതിപ്പോ എടുത്തിട്ട്? അത് പൈസ കൊടുത്ത് മേടിച്ചല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ഇട്ട്.
ഞാനന്ന് എത്ര പ്രാവശ്യം നിർബന്ധിച്ചതാ, എന്നിട്ടും ഇടാതെ വെച്ചോണ്ടിരുന്ന സാധനമാ. ഇപ്പൊ ഇടാൻ എന്താ തോന്നി? ആ പെണ്ണെ 3 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് എൻ്റെ കയ്യിന്ന് മേടിച്ചു. അത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്, എന്തോ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അതുകൊണ്ട് ഒന്ന് കൊടുക്കുമെന്നൊക്കെ അതാ വന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കാട് ചോദിക്കാൻ പറഞ്ഞു. കൊടുത്താ? പൈസ കൊടുത്തും പോയി. അതിനെന്താ, നമ്മളും 5-6 മാസം എന്തായാലും നിൽക്കട്ടെ. എന്തായാലും നമുക്ക് ആളെ വേണമല്ല. കൊച്ചുങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ല, അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഫുഡ് മോനിക്കാണെങ്കിൽ ഹോട്ടൽ ഫുഡൊക്കെ വെറുത്തുമായിരുന്നു. ഇപ്പൊ പറയുന്ന കുഴപ്പമില്ലെന്ന്. അതെ, നിനക്ക് കാര്യങ്ങളെല്ലാം നോക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ പറഞ്ഞു വിടാം. പറഞ്ഞു വിട്ടാ ഇനി നമുക്കൊരാളെ എങ്ങനെ കിട്ടും? ഇപ്പൊ എന്തായാലും ശമ്പളം കൊടുത്തില്ലേ, 3 മാസം ശമ്പളം ആ പെണ്ണ് വാങ്ങിച്ചില്ലേ. പറഞ്ഞു വിട്ടാൽ നമുക്ക് നഷ്ടമല്ലേ. എനിക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ല പറഞ്ഞു വിട്ടാ. ഞാനിപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ല എന്താ ചെയ്യാ. എനിക്കുവാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടുണ്ടോ നിനക്ക് അവളിൽ? അല്ല, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. പക്ഷെ ഒരു ചെറിയ എൻ്റെ തോന്നലായിരിക്കും. കാക്ക വന്നാ? ഞാൻ നോക്കിയിരുന്നിട്ട് കണ്ടില്ലായിരുന്നല്ലേ. അതെന്തായാലും വേണ്ട, ഒക്കെ ജോലിക്ക് പോയി തുടങ്ങിയല്ലേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു ജോലിയും വേണ്ടേ. ചെറിയ വേറെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിൽക്കട്ടെ. അത് തന്നെ നിൽക്കട്ടെ. എത്ര സമയം കാത്തു ഓർത്തിരുന്നതാ കള്ള. ഇത് എപ്പ എത്തി? ഞാൻ നോക്കിയിട്ട് സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ വണ്ടിയുടെ. സമയത്ത് ചായ ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. നീ കണ്ടില്ലായിരുന്നു ഇക്ക വന്നത്? ഇവിടെ വന്നിരിക്കുന്ന ചായ ഇട്ട് വെച്ചേക്കുന്നു. വാ, എനിക്ക് ചെന്ന് ചായ കുടിക്ക്. ഞാൻ വരാം. ഇപ്പോ ചൂടോടെ കുടിക്കാം, വാ ഇങ്ങോട്ട്. വരാന്ന്. ഈ ചൂടോടെ ചെന്ന് ചായ കുടിക്ക്, കുഴപ്പമില്ല. നീ ചായ കുടിച്ചാ? എനിക്ക് തന്ന് പറഞ്ഞു വിട്ടേ. നീ പോയിക്കോ, ഇക്ക വരും. ഇക്കാടെ സാധനങ്ങളെല്ലാം ഇക്കാടെ റൂമിലോട്ട് ഡ്രസ്സെല്ലാം ആ കൊച്ചങ്ങ് പറക്കിക്കൊണ്ടുപോയി. ഇവിടെ വന്ന് രാവിലെ എടുക്കുന്ന ബുദ്ധിമുട്ടാന്നും പറഞ്ഞ് ഇക്കാടെ ഷർട്ടെല്ലാം ഇക്കാടെ റൂമിൽ കൊണ്ടുവച്ച് എന്നെ രാവിലെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഇക്ക വന്ന് ഡ്രസ്സ് മാറുമ്പം എന്നൊക്കെ പറഞ്ഞ്. സ്നാക്സ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അതും ചൂടാറിപ്പോവും. എനിക്കാണെങ്കിൽ ഒരാൾക്ക് ഉണ്ടാക്കി വെച്ച് കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ല. വാ വാ, വന്ന് കഴിച്ചിട്ട് പോവും. ദേ കിടന്ന് വിളിക്കുന്നു. ചെല്ല്, ഒരിത്തിരി വെപ്രാളം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അപ്പം കഴിച്ചോണം. ചെല്ല്. ഡ്രസ്സ് ഇവിടെ നിന്ന് പറക്കാൻ പോയപ്പോൾ നീ താമസിച്ചെന്തിനാ? അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ? അല്ല, അപ്പൊ ഞാനും വിചാരിച്ച് ഈ റൂമൊന്ന് കുറച്ചൊന്ന് ഫ്രീ ആവുമല്ലോ. ഈ സ്റ്റാൻഡ് നിറച്ച് ഡ്രസ്സല്ലായിരുന്നു ഇക്കാടെ. ഇക്കയ്ക്ക് പിന്നെ അയൺ ചെയ്യാനും ഇവിടെ ടേബിളില്ല. ആ റൂമിലാകുമ്പോൾ ആ കൊച്ചിന് അയൺ ചെയ്യാനൊക്കെ എളുപ്പമാണെന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ അയൺ ചെയ്യാനൊക്കെ പാടാണെന്ന്. പിന്നെ സംസാരിക്കാം. തീറ്റിക്കാനും അതിനും ഇതിനും വെപ്രാളം. ഞാൻ പോയിട്ട് വരുന്നേ. വാ, എത്ര സമയം ഇപ്പഴെന്താ ഇത്? ഇക്ക ഒന്നിങ്ങി വന്നേ, എന്നെ ഒന്ന് കിടത്തിയിട്ട് പോവോ? ഞാൻ കാക്ക ചായ കുടിക്കാൻ പോയി, ഞാൻ കിടത്തിത്തരാം. കിടക്ക്, ഞാൻ കാക്കയ്ക്ക് ചായയും സ്നാക്സും എടുത്ത് കൊടുക്കട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. ഞാൻ ഇത്തിരി ബിസി ആയിരിക്കും, അതൊക്കെ എടുത്ത് കൊടുക്കട്ടെ, ചൂടോടെ കൊടുക്കട്ടെ.
ചായ കുടിച്ചു നോക്ക്. കൊള്ളാവോ? കൊള്ളാം. ഇതെന്താ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? എവിടെയെങ്കിലും പോവാൻ നിൽക്കുന്ന? അത്താ എന്തേ, ഞാൻ ഒരുങ്ങുന്ന ഇഷ്ടല്ലേ? എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? കളറാണോ ഇഷ്ടപ്പെടാത്തത്? ഡ്രസ്സാണോ? അതെങ്ങനുണ്ട് കഴിക്കാൻ? കൊള്ളാവോ? സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ലേ? ഇത് കാക്കായ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. കൊച്ചു കള്ള. എനിക്കറിയാം ഒരുങ്ങുന്നതൊക്കെ ഇഷ്ടമാണെന്ന്. റംസി അടുത്തോട്ട് ചെല്ല്, എന്താ വേണോന്ന് പറഞ്ഞ് നോക്കൂ, ചെല്ല്. അവിടെ എല്ലാം ഞാൻ നോക്കി. എന്തെങ്കിലും പറയുമ്പം വേറെ ഒന്ന് സംസാരിക്കാൻ പറ്റും, വേറെയൊക്കെ അങ്ങ് പറയും. നീ അടുപ്പിൽ എന്തെങ്കിലും വെച്ചേക്കുന്ന? ഗ്യാസ് അടുപ്പില് കരിയുന്ന നാറ്റം വരുന്നത്. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. സംസാരിച്ചു വരുമ്പോ അവിടെ പോ ഇവിടെ പോ. ഒന്നാമത് ഗ്യാസ് ഇല്ല, നീ വേഗം പോ. ഞാൻ പോന്ന്, ഇനി മിണ്ടത്തില്ല, പോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആക്കാം ഇന്നവന്റെ കാലിവിടെ തട്ടിയെന്ന്. ഭയങ്കര വേദന. ഈ ബാൻഡേജ് ഒന്ന് ചുറ്റിത്താ. അത് നീ അങ്ങ് ചുറ്റിയാ മതി. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ അത് നീ പറ്റുന്നാണക്ക് നീ അങ്ങ് ചുറ്റിയാ മതി. അയ്യോ പറ്റത്തില്ല, എന്താക്കാം, ഒന്ന് ചുറ്റിത്താ. ഇങ്ങനെയാണോ? ആ കാലെടുത്ത് വെക്കട്ടോ. ചുറ്റി. കാൽ അങ്ങോട്ടെടുത്ത് മാറ്റി വെയ്. അയ്യോ പിന്നെ എങ്ങനെ ചുറ്റും? എങ്ങനെ ചുറ്റിത്തരാം. കാല് കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി വെയ്. അതിനെന്താ? വേറത്ത് കൈ കാല്. പിന്നെ ഇതൊക്കെ നീ അങ്ങ് ചുറ്റിയാ മതി. ഇത് ഞാൻ ചുറ്റിത്തരണോ? ഇത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ചുറ്റേ. ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? വേറെ എല്ലാം ചെയ്യാറിയ. എന്റെ കാലം ഇപ്പൊ ഇച്ചിരി വന്നപ്പോഴാണ് ചുറ്റിത്തരാൻ വയ്യാത്ത. നല്ലപോലെ ചുറ്റങ്ങോട്ടെ. നല്ലല്ലോ, ഇത് നല്ലൊരു ചുറ്റിട്ടുണ്ട്. കാലെടുത്ത് മാറ്റ്. ഇപ്പൊ കാലിന് കുഴപ്പമൊന്നുമില്ലേ? ഓ അതങ്ങ് മാറി, തൊട്ടപ്പ അങ്ങ് മാറി.